തൊടുപുഴ വെള്ളിയാമറ്റത്തെ കുട്ടിക്കർഷകർക്ക് കൈത്താങ്ങായി സർക്കാരും മലയാളക്കരയും. കുട്ടിക്കർഷകരുടെ വീട് മന്ത്രിമാരായ ജെ ചിഞ്ചുറാണിയും റോഷി അഗസ്റ്റിനും സന്ദർശിച്ചു. കുട്ടികൾക്ക് അടിയന്തരമായി 5 പശുക്കളെ നൽകുമെന്നും കേരളത്തിലെ കന്നുകാലികൾക്ക് 2 വർഷത്തിനുള്ളിൽ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. കുട്ടികളെ ആശ്വസിപ്പിക്കാനെത്തിയ നടൻ ജയറാമും 5 ലക്ഷം രൂപ കുട്ടികൾക്ക് കൈമാറി. പുതുവർഷ പുലരിയിലാണ് തൊടുപുഴയ്ക്കടുത്ത് വെള്ളിയാമറ്റത്തെ കുട്ടിക്ഷീര കർഷകനായ മാത്യു ബെന്നിയും സഹോദരനും ചേർന്ന് വളർത്തിയിരുന്ന 13 കാലികൾ ചത്തത്. കപ്പത്തൊണ്ട് കഴിച്ച കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തുവീഴുകയായിരുന്നു. കുട്ടികളുടെ സാഹചര്യം മനസ്സിലാക്കിയതിനെ തുടർന്നാണ് മന്ത്രിമാരായ ജെ ചിഞ്ചുറാണിയും റോഷി അഗസ്റ്റിനും കുട്ടികളുടെ വീട്ടിലെത്തിയത്. ഉണ്ടായത് വലിയ ദുരന്തമെന്ന് നിരീക്ഷിച്ച മന്ത്രി അടിയന്തരമായി 5 പശുക്കളെ ഇൻഷുർ ചെയ്ത് കുട്ടികൾക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ചു. കേരള ഫീഡ്സിന്റെ ഒരു മാസത്തെ ഇത്രയും പശുക്കൾക്ക് കൊടുക്കാനുള്ള കാലിത്തീറ്റയും കൂടെ വിടെത്തിക്കാനുള്ള ശ്രമം ഞങ്ങൾ ചെയ്യുക. അവരോട് പറഞ്ഞുകൊണ്ട് ഇറക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ 5 പശുവും കൂടെ വരുമ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് നമുക്ക് ചെയ്യാം. അടുത്ത ആഴ്ച തന്നെ ചെയ്യാം. ഒരു ദിവസം പോലും നമ്മൾ നീട്ടി വെക്കത്തില്ല. പിന്നെ കാലിത്തീറ്റ ഒരു പുതിയ നയം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പുതിയൊരു പദ്ധതി അല്ലല്ലോ. ഈ നമ്മളിപ്പോൾ കേരളത്തിന്റെ നിയമസഭയിൽ ഒരു ബില്ല് കൊണ്ടുവന്നു. ആ ബില്ലിൽ കാലിത്തീറ്റ കഴിച്ച് മരണപ്പെടുന്ന പശുക്കൾ ഏതെങ്കിലും കേരളത്തിലുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കാനുള്ള നടപടികൾ, ജയിലിലടയ്ക്കാനുള്ള നടപടികൾ, അവർക്ക് പണം കെട്ടി വയ്ക്കാനുള്ള എല്ലാ നടപടികളും ആ ഒരു സ്കീമിലൂടെ വരാൻ പോവുകയാണ്. കൂടുതൽ സാമ്പത്തിക സഹായം നൽകുന്നത് സംബന്ധിച്ച ആവശ്യം മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിക്കും. കൂടാതെ 2 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ എല്ലാ കന്നുകാലികൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ പൂർത്തീകരിക്കുമെന്നും അവർ പ്രഖ്യാപിച്ചു. ആശ്വാസകരങ്ങളുമായി മലയാള സിനിമാ മേഖലയും വെള്ളിയാമറ്റത്തെ കുട്ടികളുടെ വീട്ടിലെത്തി. നടൻ ജയറാമും അദ്ദേഹത്തിന്റെ പുതിയ ചിത്രമായ അബ്രഹാം മോസ്ലറിന്റെ അണിയറ പ്രവർത്തകരും കുട്ടികളുടെ വീടും ഫാമും സന്ദർശിച്ച് കുട്ടികളെ ആശ്വസിപ്പിച്ച് മടങ്ങി. സിനിമയുടെ പ്രമോഷനായി മാറ്റിവെച്ചിരുന്ന 5 ലക്ഷം രൂപയാണ് സഹായമായി ജയറാം നൽകിയത്. എല്ലാരും കൂടി വിളിച്ചപ്പോഴത്തേക്കും നാളെ ഈ ഫംഗ്ഷൻ നടത്താതിരുന്നാൽ, ഭക്ഷണം വേണ്ട വെച്ചാൽ ഈ ഫംഗ്ഷൻ വേണ്ടാന്ന് വെച്ചാൽ ഏകദേശം 5 ലക്ഷം രൂപ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു 10 പശുവിനെങ്കിലും മേടിക്കാൻ സാധിച്ചാൽ അതൊന്ന് കൈമാറാൻ വേണ്ടിയിട്ടും ഇവർക്ക് ആ ഒരു നേരിട്ട് വന്ന് സമാധാനിപ്പിക്കാൻ, കാരണം ഞാൻ അനുഭവിച്ച വേദനയാണ്, അതുകൊണ്ടാണ് നേരിട്ട് ഇങ്ങോട്ട് എത്തിയത്. സിനിമാ താരം പൃഥ്വിരാജ് 2 ലക്ഷം രൂപയും മമ്മൂട്ടി 1 ലക്ഷം രൂപയും കുട്ടികൾക്ക് നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്ന് ജയറാം കുടുംബാംഗങ്ങളോട് പറഞ്ഞു. MLA PJ ജോസഫ് കുട്ടികൾക്ക് ഒരു പശുവിനെ നൽകും. മറ്റ് നിരവധി ആളുകളും സംഘടനകളും കുട്ടികൾക്ക് സഹായവുമായി എത്തുന്നുണ്ട്. എന്നാൽ ഇത്രയും അധികം സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് കുട്ടി കർഷകൻ മാത്യു പറഞ്ഞു. സഹായങ്ങൾ ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. പശു വളർത്തൽ ഊർജിതമായി മുമ്പോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും മാത്യു വ്യക്തമാക്കി. ജനം, ഇടുക്കി.